ഇത് വല്ലാത്തൊരവസ്ഥയുണ്ടാക്കുന്നു, വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നു. ഞങ്ങൾക്ക് ഈ സർക്കാരിൽ വിശ്വാസമില്ല, മണിപ്പൂർ സർക്കാരിൽ വിശ്വാസമില്ല. മണിപ്പൂർ സർക്കാർ ഇവിടെ ഉണ്ടാക്കിയ വിഭാഗീയത അത്രമേൽ വലുതാണെന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ കുക്കി വിഭാഗത്തിലെ MLA-മാരും അത് പറയുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കാൻ ഈ കേന്ദ്രത്തിൻ്റെ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സംസ്ഥാനത്തെ ഭരണകൂടം അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും അത്തരത്തിലൊരു സംഭവവികാസം അവിടെ ഉണ്ടാവുകയും ചെയ്തു. നോക്കൂ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം എത്ര കണിശമായാണ്, എത്ര കൃത്യമായാണ് ഒരു സംസ്ഥാനത്ത് പ്രതിഫലിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് ഇപ്പോൾ കാണുന്നത്. ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റിടങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ ജീവിത ആവാസ വ്യവസ്ഥകളിൽ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ചെന്നുപെട്ടാൽ നിന്നെ കണ്ടുകൂടാ, എന്നെ കണ്ടുകൂടാ എന്ന് പരസ്പരം പറയുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഈ കാലങ്ങൾ മുഴുവനും ഇവിടെ അലമുറയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാലങ്ങൾ മുഴുവൻ നമ്മൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തെ, ഒരു ക്രിസ്ത്യൻ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ പാകത്തിന്, ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറഞ്ഞതല്ല. മെയ്തി വിഭാഗത്തിൻ്റെ തലവൻ ഡൽഹിയിൽ പോയി കരൺ താപ്പർക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അവിടെ നിന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കുക്കി വിഭാഗത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടല്ലാതെ ഈ സമരം അവസാനിപ്പിക്കില്ല, ഈ കലാപം അവസാനിപ്പിക്കില്ല എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത് നാഷണൽ മീഡിയയിലൂടെയാണ്. നമ്മളെല്ലാം കണ്ടതാണ്. സ്വസ്ഥമായ ആ മനുഷ്യൻ തിരിച്ച് മണിപ്പൂരിൽ വന്നു. അവിടെ കുക്കി വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ തക്ക വിധത്തിൽ കലാപം അഴിച്ചുവിട്ടു. ആ കലാപം അഴിച്ചുവിട്ടയാളുടെ കൂടെ, ആ നേതാവിൻ്റെ കൂടെ അവിടുത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പുറത്തിറങ്ങി നടന്ന് ആ ജനങ്ങൾക്ക് മുഴുവൻ ഒരു സന്ദേശം നൽകി, ഈ കലാപം എൻ്റെ കൂടി ഭാഗമാണ് എന്ന സന്ദേശം. അവിടെയാണ് നമ്മൾ ഈ കലാപം ഒരു ആസൂത്രിതമാണെന്നും ഒരു സ്ട്രക്ചേർഡായ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കലാപമാണെന്നും നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ കുക്കി വിഭാഗത്തെ ഉന്മൂലനം ചെയ്തേ അടങ്ങൂ എന്ന് മെയ്തി വിഭാഗത്തിലെ ഒരു തലവൻ, ആരംഭായ് തങ്കോളിൻ്റെ തലവൻ ഉറക്കെ വിളിച്ചു പറയുകയും ആ തലവനോടൊപ്പം അവിടുത്തെ സർക്കാരും അവിടുത്തെ സംവിധാനങ്ങളും നിലപാടെടുക്കുകയും ഒടുവിൽ പട്ടാളം വന്നപ്പോൾ പട്ടാളം പോലും ഈ തലവനോടും ഈ ആരംഭായ് തങ്കോളിനോടും ഒപ്പം നിലപാടെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ജനവിഭാഗം പിന്നെ എന്ത് കരുതണം? എങ്ങനെയാണ് ഇവരോട് ഒരുമിച്ച് പോവുക? ഒരുമിച്ച് പോകാനാകില്ല. അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാകുന്നില്ല. അവരൊരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ വന്നത് മണിപ്പൂരിൽ എന്തോ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനാണ് എന്ന് കരുതുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ കരുതുന്നില്ല എന്നല്ല, ഇന്ത്യയിലെ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ കരുതുമെന്ന് ഞാൻ കരുതുന്നുമില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ പോലും അത് കരുതില്ല. ഇനി ഇലക്ഷൻ കാലത്തേക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ രാജ്യമെമ്പാടുമുള്ള എല്ലാ സ്ഥലങ്ങളിലും മണിപ്പൂരിൽ നിങ്ങൾ പോയോ എന്ന ചോദ്യം അലമുറയിട്ട് ഉണരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മണിപ്പൂരിലും പോയി എന്ന് വരുത്തി തീർക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ നാടകീയമായ ഒരു സന്ദർശനം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടുത്തെ മനുഷ്യർ ഇവിടെ പ്രധാനമന്ത്രി വന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ മനുഷ്യരോട് ഒരുമിച്ച് പോകാനാവില്ല, ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഞങ്ങളെ ഭരിക്കുന്നു. എന്തൊരു തോന്നലാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു തോന്നലാണത്. ഇന്ത്യയിലെ ഒരു ജനതയ്ക്ക് നോക്കൂ, അവിടെ ഇപ്പോൾ കുക്കി വിഭാഗം അങ്ങനെ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കണം. അവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതരോട്, അവിടുത്തെ ക്രിസ്ത്യൻ സന്യാസിനിമാരോട്, അവിടെ പ്രവർത്തനം നടത്തുന്ന ക്രിസ്ത്യൻ മിഷനറിമാരോട്, പാസ്റ്റർമാരോട് നിങ്ങൾ സംസാരിക്കണം. അവരും പറയും ഇതേ വാചകം. ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നിൽക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അത്തരമൊരവസ്ഥയിൽ ജീവിക്കുന്നു. ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനാകുന്നില്ല, ഞങ്ങൾക്ക് ക്രിസ്മസിന്
ക്രിസ്മസ് കൂടൊരുക്കാനാകുന്നില്ല, ഞങ്ങൾക്ക് നക്ഷത്രം തൂക്കാനാകുന്നില്ല, ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാനാകുന്നില്ല, ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വരുന്നു എന്ന ഒരു ഗതികേട് ഇന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇപ്പുറത്ത് കുറേ സ്ഥലങ്ങളിലുണ്ട്. വേറെ കുറേ സ്ഥലങ്ങളിൽ മുസ്ലിം വിഭാഗം അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് അടിച്ച് തകർക്കപ്പെടുന്നു, ഞങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് അടിച്ച് തകർക്കപ്പെടുന്നു, ഞങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നു, ഞങ്ങൾക്കുള്ളതെല്ലാം കവർന്നെടുത്ത് പോകപ്പെടുന്നു, ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ഞങ്ങളും ജീവിക്കേണ്ടി വരുന്നു എന്ന് മറ്റൊരു ജനത പറയുന്നു. ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഇതുപോലെ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കുക്കി MLA-മാർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്ന് മാത്രമാണ് അജിംസെ എനിക്ക് പറയാം. ഷൈജു, ഞാൻ ഷൈജിലേക്ക് വരാം. ശ്രീ കെന്നഡി കരിമങ്കാല, ഇപ്പോൾ പ്രധാനമന്ത്രി മോദി ഇന്ന് അവിടെ ചെല്ലുന്നത്, അത് അദ്ദേഹത്തിന് ആ സമയം, ഏത് സമയത്ത് അദ്ദേഹം പോകണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പോയി, 2 വർഷം കഴിഞ്ഞാലും പോയി. നിരന്തരമായി അതിൻ്റെ പേരിൽ അദ്ദേഹം വിമർശനം നേരിട്ടിട്ടുണ്ട്, ശരിയാണ്.